ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കത്രികയുടെ റേറ്റ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ്. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ശ്രദ്ധിച്ചിട്ടില്ല തോന്നുന്നു. 650 രൂപയ്ക്കാണ് നമ്മൾ മേടിച്ചത് ഹോൾസെയിലായിട്ട്. അത് നമുക്ക് പല സ്ഥലങ്ങളിലും പല സ്ഥലത്തും അതിൻ്റേതായ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പം ഹോൾസെയിൽ റേറ്റ് ആണ് നമ്മൾ പറഞ്ഞത്. റീറ്റെയിൽ ആകുമ്പോൾ കുറച്ചുകൂടി റേറ്റ് കൂടും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് വീണ്ടും കൂടുതൽ പേര് ആൾക്കാർ എന്നോട് ചോദിച്ചു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് പറഞ്ഞു കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കിച്ചണിലേക്ക് ആവശ്യമായ ഒരു പ്രൊഡക്റ്റാണ് ഉണ്ടാക്കുന്നത്. എന്നും നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കാവുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. അത് മാത്രമല്ല, നമുക്ക് നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ആയിട്ട് ഇരിക്കാനും അത് നമുക്ക് ഉപകാരപ്പെടും. ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു പിഞ്ഞാണ് എടുത്തിട്ട് കറക്റ്റ് സർക്കിളിൽ കുറച്ച് എന്താ പറയുക, നമ്മൾ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. വേസ്റ്റ് ക്ലോത്ത് അതല്ലെങ്കിൽ ചുരിദാറോ എന്തെങ്കിലും മതി. നമ്മൾ തയ്ച്ചതിൻ്റെ ബാലൻസ് തന്നെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് അയലെടുത്താലും മതി. ഏത് ഡിസൈൻ ഉണ്ടെങ്കിൽ ഡിസൈൻ ആയാലും കുഴപ്പമില്ല, ഇല്ലാത്തതായാലും കുഴപ്പമില്ല. നമ്മളൊരു ചുരിദാറിൻ്റെ ലെഫ്റ്റ് ഓവർ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഒരേപോലത്തെ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളത് സെൻറ്റർ കുറച്ച് പീസ് എടുത്തിട്ട് നമ്മൾ സെൻറ്റർ കട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ 1/4 ഇഞ്ച് വെച്ചിട്ട് നമ്മൾ സൈഡൊന്ന് എന്നിട്ട് ആ സെൻറ്റർ ഭാഗത്ത് നമ്മൾ തയ്ച്ചു. അതിനുശേഷം അതിനെ തിരിച്ച് മറിച്ചിട്ട ശേഷം അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ അല്ലാത്ത രീതിയിൽ വേറൊരു രീതിയിൽ നമുക്ക് ഈ ഭാഗം തന്നെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ സെൻറ്റർ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ. കട്ട് ചെയ്ത ശേഷം നമുക്ക് അത് കട്ട് ചെയ്ത സെൻറ്റർ ഭാഗത്ത് നമുക്ക് ഒരു 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം നമുക്ക് അവിടെ അല്ലെങ്കിൽ 1 ഇഞ്ച് വരെ നമുക്കത് കട്ട് ചെയ്ത് കളയാം. അതിനും കൂടുതൽ കട്ട് ചെയ്യണ്ട, അത്ര കട്ട് ചെയ്താൽ മതി. 1/2 ഇഞ്ച് തൊട്ട് 1 ഇഞ്ച് വരെ നമുക്ക് സെൻറ്റർ പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നീളത്തിൽ ആ സെൻറ്ററിൽ നിന്ന് മാത്രം ഇട്ടാൽ. എന്നിട്ട് നമുക്ക് അവിടെ ഒരു പൈപ്പിംഗ് വയ്ക്കാം. പൈപ്പിംഗ് നമുക്ക് ഏത് കളർ വേണമെങ്കിലും വയ്ക്കാം, ഏത് ഡിസൈൻ വേണമെങ്കിലും പൈപ്പിംഗ് ആയിട്ട് ഇടാം കേട്ടോ, കുഴപ്പമില്ല. അങ്ങനെ ചെയ്യാം. ഇപ്പോൾ അല്ല എങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് തയ്ച്ച് വരുമ്പോൾ നമുക്ക് ശരിക്കും കറക്റ്റായിട്ട് കുറച്ച് സ്പേസ് അവിടെ കിട്ടും. അപ്പോൾ നമുക്കത് അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് നമ്മൾ കാണിച്ചു തരാം. പിന്നെ നമ്മൾ അതിനകത്ത് കൊളുത്തിടാൻ വേണ്ടിയിട്ട് അതിനകത്ത് ഒരു ചെറിയൊരു കഷ്ണം തുണി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ഒരു 2 സൈഡിലും കുറച്ച് ദൂരം നമ്മൾ തയ്ക്കാതെ നിർത്തും. ആ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട്. അതിൻ്റെ മുകളിലും അതേപോലെ തന്നെ കുറച്ച് ക്ലോത്ത് വെക്കണം. അതിനുശേഷം നമ്മൾ ഒരറ്റത്ത് നിന്ന് ഫുള്ളായിട്ട് 1/4 ഇഞ്ച് വീതിക്ക് നമ്മൾ ഫുള്ള് സർക്കിൾ തയ്ച്ചെടുക്കണം. ഫുള്ള് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് കട്ടി കൂടുതലാണെങ്കിൽ കുറച്ച് സ്പേസ് കൂടുതൽ ഇട്ടോട്ടോ. തുണി കൂടുതൽ കട്ടി ഉണ്ടെങ്കിൽ കുറച്ച് സ്പേസ് കൂടുതൽ ഇട്ടാലാണ് നമുക്കത് മറിച്ചിടാനൊക്കെ പറ്റുള്ളൂ. കട്ടി കുറവാണെങ്കിൽ നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് വിട്ടാലും അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ക്ലോത്ത് മറിച്ചെടുക്കാൻ എളുപ്പമാണ്. നമുക്കത് കട്ടി കൂടുതലായതുകൊണ്ട് നമ്മളത് ഹെമ്മിങ് ചെയ്തെടുക്കുകയാണ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇനി എന്താണ് അതിൻ്റെ പർപ്പസ് എന്ന് കാണിച്ചു തരാം. ഇതാണ് പോട്ട് ഹോൾഡർ. നമുക്ക് രാവിലെയൊക്കെ ചോറൊക്കെ വെക്കില്ല. അപ്പോൾ ചോറൊക്കെ വെക്കുമ്പോൾ നമുക്കത് അങ്ങനെ പാത്രം പിടിക്കാനായിട്ട് നമുക്കിങ്ങനെ കുറേ തുണികൾ ഇങ്ങനെ കൗണ്ടർ ടോപ്പിൽ ഇടുന്നത് ഒരു വൃത്തികേട് പോലെ അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇത് ഒന്ന് ഹാങ്ങിങ് ചെയ്ത് ഇടുകയും ചെയ്യാം. ആവശ്യം കഴിഞ്ഞ് എടുത്ത് വയ്ക്കാനായിട്ട് എളുപ്പമാണ്. അതിങ്ങനെ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ആയിട്ട് ഇരിക്കുകയും ചെയ്യും. നമുക്ക് നല്ല കട്ടിക്ക് തന്നെ തുണി ഇങ്ങനെ വെച്ചതുകൊണ്ട് നമുക്ക് പിടിക്കാനും എളുപ്പമാണ്. നമുക്ക് കലമൊക്കെ പിടിക്കുമ്പോൾ നമുക്ക് ചൂടുണ്ടാവില്ല. ഇത് അത്യാവശ്യം നല്ല കട്ടിക്കാണ് ചെയ്തത്. നമ്മൾ ഇനി കട്ടി കുറവിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല സർക്കിളൊക്കെ ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് നമ്മൾ ഇനി ചെയ്തെടുത്തിരിക്കുന്നത് നമ്മളിപ്പോൾ പൈപ്പിംഗ് ഇട്ടിട്ടാണ് കേട്ടോ. ചുറ്റും പൈപ്പിംഗ് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്തെടുത്തത്. അപ്പോൾ അധികം കട്ടിയില്ലാത്ത രീതിയിൽ ചെയ്തത്. അപ്പോൾ നമുക്ക് തയ്ച്ചെടുക്കാൻ നല്ല എളുപ്പമുണ്ട്. പിന്നെ നമുക്ക് ആ വള്ളി വയ്ക്കുന്നത് നമുക്ക് അടിപ്പ് കാണാത്ത രീതിയിൽ വെച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു പോയിൻ്റ് കൂടിയും കണ്ടു നോക്കിയോളൂ കേട്ടോ. അപ്പോൾ പിന്നെ മാത്രമല്ല, നമുക്ക് ഈ തുണി പിടിക്കുമ്പോൾ ഇത്തിരി കട്ടി കുറവായതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 1-2 പ്രാവശ്യം ഫോൾഡ് ചെയ്ത ശേഷം പിടിച്ചാലും നമുക്ക് അത്യാവശ്യം പിടിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ വട്ടം നമ്മുടെ പ്ലേറ്റ് പിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. ചെറിയൊരു പിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് വലിപ്പം കൂടുതലുള്ള പിഞ്ഞാണ് എടുക്കാം കേട്ടോ. കുറച്ചും കൂടി വലിപ്പം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം. നമുക്ക് ഇത്രയ്ക്കും ആവശ്യം ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ അത്രയ്ക്ക് എടുത്തത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം. പിന്നെ നോക്കിക്കോളൂ, ഈ പോയിന്റ് കണ്ടോ. നമ്മളിത് തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ അടിക്കുന്ന രീതിയാണ് കേട്ടോ ഇപ്പോൾ കാണിച്ചത്. ഇത് പല കാര്യങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷേ അത് ആ സമയത്ത് ഞാൻ പറഞ്ഞുതരാം. വേറൊരു ഡ്രസ്സ് തയ്ക്കുമ്പോൾ അത് വേറൊരു കാര്യത്തിൽ നല്ലൊരു കംഫർട്ടാണ് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഐഡിയ. നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ അതെല്ലാവരും ലൈക്ക് ചെയ്യുക. പിന്നെ വേറെ രീതിയിൽ നമ്മൾ ചെയ്തു, കുറച്ച് ക്ലോത്ത് വെച്ചിട്ട് തന്നെ ചെയ്തു. പിന്നെ അതിനകത്ത് നമ്മൾ ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് അടിച്ചിട്ട് കൊടുക്കുക ചെയ്തു. അങ്ങനെ അടിച്ചിട്ട് കൊടുക്കുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് തുണി കുറവാണെങ്കിലും കുറച്ച് കട്ടി കൂടുതൽ ഉള്ള പോലെ ഒരു എന്താ പറയുക പിടിക്കുമ്പോൾ ഉണ്ടാവും കേട്ടോ. അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ലൈൻസ് അടിച്ചു കൊടുത്തേക്കണത്. ഓക്കെ.
അപ്പോൾ നമ്മുടെ പോട്ട് ഹോൾഡർ നമ്മൾക്ക് പല രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ. വീട്ടിൽ എന്തായാലും അത് എല്ലാ ദിവസവും ഉപയോഗിക്കുന്നതാണല്ലോ. അപ്പോൾ നമുക്കത് ഉപകാരപ്പെടും. കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ആയിട്ട് ഇരിക്കാനൊക്കെ ഇത് നല്ല ഉപയോഗമാണ്. അപ്പോൾ കുറച്ച് സ്ഥലം മതി നമുക്കിത് ഹാങ്ങിങ് ചെയ്തിടാനായിട്ട്. അപ്പോൾ നമുക്ക് അടുക്കളയൊക്കെ നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുകയും ചെയ്യും. കാര്യങ്ങൾക്കൊക്കെ നല്ല എളുപ്പമുണ്ട് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ വേറൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ലൈനിങ്ങിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്, ഒരു ക്യാൻവാസും എടുത്തിട്ടുണ്ട്, ഒപ്പം തന്നെ നമുക്ക് ഒരു വെൽവെറ്റിൻ്റെ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സിബ് നമ്മൾ കുറച്ച് അട്രാക്ഷൻ ആകാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒന്ന് ഡബിൾ കളർ ആക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ക്യാൻവാസും അതേപോലെ തന്നെ വെൽവെറ്റ് മെറ്റീരിയലും കൂടിയിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു, 4 സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ സിബിൻ്റെ നല്ല വശം വെൽവെറ്റിൻ്റെ നല്ല വശമായിട്ട് ചേർത്ത് വെച്ചു. അതിനുശേഷം നമ്മളിത് ലൈനിങ് ഇട്ടാണ് ചെയ്യുന്നത്. ലൈനിങ് ഇട്ടിട്ട് നമ്മൾ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ലൈനിങ് ഇട്ട് ചെയ്യുന്നത്. ലൈനിങ് ഇട്ട് ചെയ്യുമ്പോൾ ഉൾസൈഡ് നല്ല ഫിനിഷിംഗ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ ഇത് ലൈനിങ് ഇട്ട് ചെയ്ത്. ലൈനിങ് ഇല്ലാത്ത ഇത് നമ്മൾ രണ്ട് വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് രണ്ടും ചെറിയ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ ചെയ്തതിൽ. പിന്നെ നമ്മുടെ ഇതിൽ ലൈനിങ് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് അങ്ങനെ ചെയ്യുമ്പോൾ ഉൾസൈഡ് നല്ല കാണാനൊരു എന്താ പറയുക പ്രത്യേക ഫിനിഷിങ്ങും നല്ല ഭംഗിയൊക്കെയാണ്. ബാക്കിയെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെയുള്ള അതേ മെഷർമെൻറ്റ്സ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ സിബിൻ്റെ നമ്മുടെ നീളം തന്നെയാണ് നമ്മുടെ നീളമായിട്ട് തുണി ക്ലോത്തിൻ്റെ നീളമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. വീതി വന്നിട്ട് നമ്മൾ 1 ഇഞ്ച് വീതി കുറച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് സിബ് എത്ര വലിപ്പമുള്ളതുണ്ടെങ്കിൽ അതിനനുസരിച്ച് വലിപ്പം കൂട്ടിയിട്ടും ചെയ്യാം കേട്ടോ. അതിനുശേഷം നമ്മൾ 2 സൈഡും അടിച്ചെടുത്തിട്ട് അതിനുശേഷം നമ്മൾ ബാലൻസ് നിൽക്കുന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നു. കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം എന്നിട്ട് മൂലഭാഗത്തൊക്കെ ഒന്ന് കോൺ പോലെ ഒന്ന് പിടിച്ചിട്ട് ചെറിയ രീതിയിൽ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. 4 സൈഡ് ഇതേപോലെ തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാം. ബാലൻസ് ഉള്ളത് അത് തയ്ച്ച ശേഷം 4 ഇഞ്ച് തയ്യൽ തുമ്പ് നിർത്തിയിട്ട് ബാലൻസ് കട്ട് ചെയ്ത് കളയാം. അല്ല എങ്കിൽ അത് അങ്ങനെ തന്നെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ നമ്മളത് തുന്നി കൊടുക്കാം, ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ പൗച്ച് ശരിയായിട്ടുണ്ട്. മാത്രമല്ല പിന്നെ നമ്മുടെ അതിനുമേ ഒരു അട്രാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നൂലിനെ സെൻറ്റർ കട്ട് ചെയ്തിട്ട് നമ്മളൊരു നൂല് കൊണ്ട് തന്നെ കെട്ടിയിട്ട് നമ്മളതിന് ബോളാക്കി എടുത്തേക്കാണ് ചെയ്യുന്നത് കേട്ടോ, നല്ല ഒരു അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അതുമേ ഹാങ്ങിങ്സിന് വേണ്ടിയിട്ട് നമ്മൾ പൈസ കൊടുത്ത് വേറെ ഒന്നും മേടിക്കുകയൊന്നും ചെയ്തല്ല. ഒരു 4 കളർ നൂല് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ സെൻറ്റർ ഒന്ന് കെട്ടിട്ട് കൊടുത്ത ശേഷം നമ്മളതൊന്ന് ജോയിൻ ചെയ്യുക, അങ്ങനെ ചെയ്യണം കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഹാങ്ങിങ്ങിന് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് വേറൊരു സാധനം മേടിക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു വള്ളി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുമൊക്കെയാണ് നമ്മൾ പൗച്ച് തയ്ക്കുന്നതിൻ്റെ ഉള്ളിൽ ഒപ്പം തന്നെ ഹാങ്ങിങ്സിന് വേണ്ടിയിട്ട് നമ്മളിത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു പ്രത്യേക ഒരു ഭംഗിയല്ലേ, നല്ലൊരു സോഫ്റ്റും അല്ലേ, കുട്ടികൾക്കൊക്കെ പിടിക്കാനും കൊടുക്കുമ്പോഴൊക്കെ നല്ലൊരു പ്രത്യേക അട്രാക്ഷൻ, അവർക്കത് പിടിക്കാനും സന്തോഷം തോന്നും, കാണാനും നല്ലൊരു രസമല്ലേ. അപ്പോൾ അതാണ് നമ്മൾ അങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ വല്ല ഹാങ്ങിങ്സൊക്കെ ആയിട്ട് പൈസ കൊടുത്ത് മേടിക്കണമെന്നൊന്നുമില്ല, നമുക്ക് ഇങ്ങനെ നൂലുകൊണ്ട് കട്ട് ചെയ്ത ശേഷം ഇങ്ങനെ എടുക്കാം. പിന്നെ നമുക്ക് ഉൾസൈഡൊക്കെ കണ്ട നല്ല ക്ലീനാണ്, ലൈനിങ് ഇട്ട് തയ്ക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാത്തവരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ എല്ലാ പ്രോഡക്റ്റ്സും നമുക്ക് ഇതിനകത്ത് തന്നെ കൊള്ളും, ശരിക്കും നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് ഇരിക്കും. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. വീണ്ടും പുതിയ വീഡിയോസുമായിട്ട് വരുന്നവരേക്കും വീണ്ടും കാണാം. ബൈ. പിന്നെ നമ്മുടെ വീഡിയോസിൽ ലാസ്റ്റ് ഇതുപോലെ വേസ്റ്റ് ക്ലോത്ത് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന എൻ്റെ സ്ക്രീനിൽ നമ്മൾ 2-3 വീഡിയോസ് ഇടുന്നുണ്ട്. ഒരു 4 വീഡിയോളം നമ്മൾ ഇട്ടിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ എൻ്റെ സ്ക്രീനിൽ കൊടുക്കാൻ പറ്റാവുന്ന അത്രയും വീഡിയോസ് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോ കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.